മൈസൂർ പാലസിൽ ഒറിജിനേറ്റ് ചെയ്ത് കർണാടകയിൽ മുഴുവൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബിസി ബെലെ ബാത്താണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നമുക്ക് ഈ ഹോട്ട് ലെൻറ്റിൽ റൈസ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു 1/2 കപ്പ് പച്ചരി, ഞാനിവിടെ സോനാ മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്, അതും ഒരു 1/3 കപ്പ് പരിപ്പ്, അത് നമുക്ക് തൂർദാലോ അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ മസൂർ ദാലോ എടുക്കാവുന്നതാണ്. ഇത് രണ്ടും നന്നായിട്ട് കഴുകി നമുക്കൊരു അരമണിക്കൂർ കുതിർത്തി വെക്കണം. അതിനുശേഷം നമുക്ക് ഈ അരിയും പരിപ്പും സെപ്പറേറ്റ് ആയിട്ടോ ഒരുമിച്ചോ നല്ല മുഷിയാവുന്നവരെ വേവിച്ച് മാറ്റിവെക്കണം. ഇനി കുറച്ച് വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ടൊന്ന് ചൂടാക്കി അതിൽ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ ഒന്ന് വറുത്ത് കോരി നമുക്കത് മാറ്റിവെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, രണ്ടും ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇതുകൂടി ചേർത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി, അത് നന്നാക്കി നടുവേ മുറിച്ചതാണ്, അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചതും 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി മുറിച്ചതും അതും കൂടി ചേർത്ത് വഴറ്റണം. ഇത് ഈ സമയത്തൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പം നേരത്തെ തന്നെ കുറച്ച് കായം ഇടേണ്ടതായിരുന്നു, അപ്പോൾ അത് വറവിൻ്റെ ഒപ്പം ഇടാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ കായം ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് നീളത്തിലരിഞ്ഞ ബീൻസും 1/2 കപ്പ് ഗ്രീൻ പീസും രണ്ടും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റുക. ഇനി ഇത് നമുക്കൊരു അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബിസി ബെലെ ബാത്ത് പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര ചീകിയതും 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ മൂടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഞാൻ നമ്മുടെ ചോറും പരിപ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റിച്ച് വേവിച്ചിട്ടുള്ള ഈ ചോറ് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പൂണ് വെച്ച് നന്നായിട്ട് അതിനെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെപ്പോഴും ഒരു കുഴമ്പ് പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇതിലിപ്പോൾ വെള്ളം തികയില്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇത് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂവും കൂടി ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ റായ്ത്ത, പപ്പടം, അച്ചാർ ഇതിൻ്റെയൊക്കെ കൂടെ ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ ബിസി ബെലെ ബാത്ത് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.